വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഡ്രീം ലീഗ് സോക്കർ 2019ലും 2022ലും നമ്മുടെ എലൈറ്റ് ഡിവിഷൻ എങ്ങനെ അൺലോക്ക് ചെയ്യുമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ലൈക്കിൽ ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മളപ്പം നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഗെയിം ക്ലോസ് ചെയ്യുക. നിങ്ങളുടെ ആപ്സ് എല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇൻസ്റ്റഡാർച്ചർ എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതിനകത്ത് നിങ്ങൾക്ക് കയറി ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ഇൻസ്റ്റഡാർച്ചർ APK. ഞാൻ നിങ്ങളുടെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലിങ്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പം ഇൻസ്റ്റഡാർച്ചർ നിങ്ങൾ ഡൗൺലോഡ് പോകുക. ഡൗൺലോഡ് പോകുമ്പോൾ നമുക്ക് 32 പ്ലെയേഴ്സ് ടീം ഓർ 100 ബൈ EGI Riot Zip എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം. ഓക്കെ, അപ്പം നമുക്കിനി വീഡിയോയിൽ പോവാം. അപ്പം നിങ്ങളിത് ചെയ്യേണ്ടത് സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം 32 പ്ലെയേഴ്സിന് എൻ്റെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്ത് നിങ്ങൾ ഈ ലിങ്ക് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങളിത് ഇങ്ങനെ നെക്ക് പിടിക്കുന്നതിന് കൂടെ കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കോപ്പിയെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡ്സ് ഞെക്കുമ്പോൾ ഡിവൈസ് മെമ്മറി ഉണ്ട്. ഡിവൈസ് മെമ്മറി ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ ആൻഡ്രോയിഡ് ഉണ്ട്. ആൻഡ്രോയിഡിൽ പോകുമ്പോൾ ഡാറ്റ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലിങ്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. കം ഫസ്റ്റ് ടച്ച് ഗെയിം DLS3 എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫയൽസ് ഉണ്ട്. അപ്പോൾ ഫയൽസ് നിങ്ങളത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫയൽസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. ഫയൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ റിപ്ലേസിലേക്ക് പോവുക. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഡ്രീം ലീഗ് സോക്കർ അവിടെ നമുക്ക് ഡൗൺലോഡ്സിൽ പോകണം. നമുക്ക് അത് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഡൗൺലോഡ്സിൽ പോവുക. ഇവിടെ കം ഫസ്റ്റ് ടച്ച് ഗെയിം DLS എന്ന് പറയുന്ന ഫയലുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. പ്രൊഫൈൽ CLDU ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ആദ്യത്തെ പ്രൊഫൈൽ ഡാറ്റ പിടിച്ചെടുക്കുമ്പോൾ നിങ്ങൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് നമുക്ക് ഡിവൈസ് മെമ്മറിയിലെ ആൻഡ്രോയിഡിൽ പോയി നിങ്ങൾ ഫസ്റ്റ് ടച്ച് ഗെയിം DLS3 എന്ന ഓപ്ഷനിൽ ഫയൽസിൽ പോയി നിങ്ങളത് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ റിപ്ലേസ് ചെയ്യുക. രണ്ടാമത് ചെയ്യേണ്ടത് ഈ ആൻഡ്രോയിഡ് ബോക്സിൽ നമ്മൾ ഡൗൺലോഡ് പോവുക. എന്നിട്ട് ഫസ്റ്റ് ടച്ച് DLS3 ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫയൽസിൽ പോവുക. അതിനുശേഷം പ്രൊഫൈൽ SLDU ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ കോപ്പി ചെയ്ത് നിങ്ങളുടെ ഡിവൈസ് മെമ്മറി കയറി ആൻഡ്രോയിഡിൽ പോയി ഡാറ്റയിൽ പോയി നിങ്ങൾ ഫസ്റ്റ് ടച്ച് DLS ക്ലിക്ക് ചെയ്യുന്ന ഫയൽസിൽ പോയി ഇത് അവിടെ രണ്ടാമത്തെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അപ്ലൈ ടു ഓൾ ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അത് ഒന്നുകൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് 3 വട്ടമാണ് ചെയ്യേണ്ടത്. ആൻഡ്രോയിഡ് CLD എന്ന് പറയുന്ന ഓപ്ഷനില്ലേ അത് 2 വട്ടത്തിലും ചെയ്യണം. നമ്മൾ ഡൗൺലോഡ് പോകാം. എന്നിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ഇതാണ് ഇവിടെ നമുക്ക് കോപ്പി ചെയ്ത് കൊടുക്കാം. ഇവിടെ ഫയൽസ് ഡിവൈസ് മെമ്മറി ക്ലിക്ക് ചെയ്യുക. ആൻഡ്രോയിഡ് പോവുക. ഡാറ്റയിൽ പോവുക. ഫസ്റ്റ് ഗെയിം DLS3 ഓപ്ഷനിൽ നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫയലിൽ നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ലൈ ടു ഓൾ ഫയൽസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അഗ്രി ചെയ്തതിന് ശേഷം റിപ്ലേസ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതും രണ്ടും ക്ലോസ് ചെയ്യുക. അത് നിങ്ങൾ ഗെയിം ഓപ്പൺ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇൻ്റർനാഷണൽ കപ്പും ലഭിക്കുന്നതാണ്. നമുക്ക് എടുത്ത് നോക്കാം. ഈ കളി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഓൾ സ്റ്റാർ മാച്ച് കളി കഴിയണം. അപ്പോൾ ആ മാച്ച് നമ്മുടെ അപ്പം നമുക്ക്
ഇല്ലയോ എന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് എൻ്റെ ഈ ടീമിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എൻ്റെ ടീമിൻ്റെ പേര് ആൾ സ്റ്റാർ PS എന്നാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ആൾ സ്റ്റാർ PS ഞങ്ങൾക്ക് പിന്നെ ഇഷ്ടമുള്ള പേരിടാം. ഞാനിപ്പോൾ ഈ പേരാണ് എൻ്റെ യുവൻറ്റസിൻ്റെ ലോഗോയാണ് കിടക്കുന്നത്. അതിനാൽ ഞാൻ യുവൻറ്റസിൻ്റെ പേരാണ് ഇടുന്നത്. നമുക്ക് ഈ നമ്മുടെ ഫൈനൽ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് നോക്കാം ഈ മാച്ച്. നമുക്ക് കളിക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോയിട്ടാകാം. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമ്മുടെ ഇൻ്റർനാഷണൽ കപ്പ് ഓപ്പണായി നോക്കും. ഇവിടെ ഇൻ്റർനാഷണൽ കപ്പ് അവിടെ കഴിഞ്ഞു. ഇവിടെ ലൈറ്റ് കപ്പ് ഓപ്പണാണ്. ഇത്രയാണ് നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ നമ്മുടെ ഈ ചാനൽ തന്നെയായിരിക്കും. എൻ്റെ പേര് കൃഷ്ണ സക്രിയ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും നിങ്ങളുടെ എലൈറ്റ് ഡിവിഷൻ ഓപ്പൺ ചെയ്യാനും ഇൻ്റർനാഷണൽ കപ്പ് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ ഞങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ നന്ദി, നമസ്കാരം.